കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. I praise God for His wonderful name this morning. രാവിലെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank God for the opportunity the Lord gave us to be in His presence this morning. ഈ ആഴ്ചയിലെ 23-നും 24-നും ഒരു പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ജെറമിയ, എബ്രഹാമിനും ജോനാഥാനും ഫിലിപ്പിനും അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷങ്ങൾ അവരുടെ ജീവിതത്തിലെ അനുഗ്രഹമായി തീരുവാനായിട്ട് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. I praise God for the life of Jeremiah, Abraham and Jonathan Philip, who would be entering another year in their life on September the 23rd and 24th. May God bless them as they step into another year of their life. കർത്താവിൻ്റെ രാവിലെ കാലം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഈ സാങ്ച്വറിയിലും ഭവനങ്ങളിലും ആയിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഈ ആരാധനയിൽ ഭാഗവാക്കുകളായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്തുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I praise God for all those who are attending the worship service here in the sanctuary today and all those who are watching us online. May God bless us all this morning. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. Let's all be in a prayerful attitude as we have gathered in God's presence. രാവിലെ കാലം ഇവിടെ ശുശ്രൂഷിക്കപ്പെടുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് അതിൻ്റെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതേ കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുമാണ്. And this morning as we look into the word of God, we'll be turning to Matthew chapter 15 and verses 21 onwards till 28, and then the similar portion is also in Mark chapter 7. നമ്മൾ ഇന്നലെ അറിഞ്ഞിരിക്കുന്ന പോലെ കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് രാവിലെ കാലം അവർക്ക് ആരാധനയ്ക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ല. ദൈവം അവരെ സഹായിക്കുമാറാകട്ടെ. As we heard yesterday during our prayer meeting, pastor and his family couldn't be here this morning due to certain reason. Let's keep them as a family in our prayers. മർക്കോസിന്റെ സുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. And I'm looking into Mark chapter 7 24 to 30. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചുവെങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സുറഫനൊക്കെ ജാതിയിലുള്ള ഒരു യവനായ സ്ത്രീ ആയിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുൻപേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. Jesus left that place and went to the vicinity of Tyre. He entered a house and did not want anyone to know it. Yet he could not keep his presence secret. In fact, as soon as she heard about him, a woman whose little daughter was possessed by an evil spirit came and fell at his feet. The woman was a Greek born in Syrian Phoenicia. She begged Jesus to drive the demon out of her daughter. First, let the children eat all they want, he told her, for it is not right to take the children's bread and toss to their dogs. Yes, Lord, she replied, but even the dogs under the table eat the children's crumbs. Then he told her, for such a reply you may go. The demon has left your daughter. She went home and found her child lying on the bed and the demon gone. ഈ രണ്ട് വേദഭാഗത്തും പറഞ്ഞിരിക്കുന്ന ഈ സംഭവങ്ങൾ മത്തായിയും മർക്കോസും ആരംഭിക്കുന്നത് യേശു അവിടം വിട്ടുപോയി, അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. In both the chapters in Matthew, as we read this, look into this portion, and then again in Mark, we see that it begins with saying Jesus left that vicinity. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും യേശു എന്തുകൊണ്ടാണ് ആ യഹൂദ പ്രദേശം വിട്ടിട്ട്
സോരിനോടും സീദോനോടും ചേർന്നതായ പ്രദേശങ്ങളിലേക്ക് പുറപ്പെട്ടു പോയത് എന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. And if we look into Matthew chapter 1 onwards, from the beginning portion, and then Mark chapter 7, the beginning portion, we can read and find why did Jesus leave that place and go to a place which is close to Sidon. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. യെരുശലേമിൽ നിന്ന് ചില പരീശന്മാർ വരികയാണ്. അവർ യേശുവിനോട് ചില ചോദ്യങ്ങൾ, ശിഷ്യന്മാര് മനുഷ്യരുടെ സമ്പ്രദായങ്ങളെ ലംഘിക്കുന്നു എന്നുള്ള ഒരു കുറ്റാരോപണം നടത്തുവാനായിട്ടാണ് അവർ യെരുശലേമിൽ നിന്ന് ഈ പരീശന്മാർ വന്നിരിക്കുന്നത്. As we see the first verse of Matthew chapter 15, we see Pharisees come to Jesus and they're asking Jesus why disciples are breaking the traditions that has been followed in the nation. ഈ സുവിശേഷങ്ങളില് യെരുശലേമിൽ നിന്ന് പരീശന്മാർ വന്നു എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക അർത്ഥവും വ്യാഖ്യാനവുമുണ്ട്. And if you look, it says the Pharisees came from Jerusalem, which has certain significance. ഇസ്രായേലിൽ ഓരോ ലോക്കൽ സ്ഥലങ്ങളിലും പരീശന്മാർക്കും ശാസ്ത്രികൾക്കും അവരുടേതായിട്ടുള്ളതായ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. In Pharisees, we see that Pharisees had their own authority in different places that they were. ന്യായപ്രമാണത്തിന് വിരുദ്ധമായി ഒരു പ്രവൃത്തി കാണുമ്പോൾ ഇവര് കടന്നു ചെന്ന് ആ വിഷയങ്ങളെ ചോദ്യം ചെയ്ത് ആരാഞ്ഞിരുന്നു. And there were people who would question people in case if they see they are not following the traditions or law that has been set by them. എന്നാൽ അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ അവർ ചെന്ന് ചേരുമ്പോൾ അവർ യെരുശലേമിൽ നിന്ന് പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഈ വിഷയത്തിന് പരിഹാരത്തിനായിട്ട് കൊണ്ടുവരുമായിരുന്നു. And when they would reach to certain situations where they are not able to handle those things, they would call Pharisees who are from Jerusalem to come and handle such situations. യെരുശലേമിലെ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കുമായിരുന്നു ഒരു ഫൈനൽ കോർട്ട് പോലെ ഒരു അവസാനമായിട്ടുള്ള തീരുമാനങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ എടുത്ത് അവരുടെ മേൽ ശിക്ഷണ നടപടികൾ കൊടുക്കുവാൻ അധികാരം അവർക്ക് മാത്രമായിരുന്നു. And it was considered the Pharisees and teachers who would come from Jerusalem had the final say or final verdict to proclaim if they have in terms of any situation like this that will come up. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യെരുശലേമിൽ നിന്ന് പരീശന്മാർ വന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. And that's why we see the first verse says in Matthew chapter 15 that Pharisees and teachers came from Jerusalem. ഇവരെന്തിനാണ് ഇവിടെ യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്? And why have they come to Jesus now? യേശുവിന്റെ ശിഷ്യന്മാർ മനുഷ്യരുടെ സമ്പ്രദായങ്ങളെ ആചരിക്കുന്നില്ല എന്നുള്ളതാണ്. They are saying that the disciples of Jesus are breaking the tradition set up by the elders. അതായത് ന്യായപ്രമാണം ദൈവത്തിന്റെ കൽപ്പന തന്നെയാണ്. And that the regulations that are set are from the laws of God. അതിന് യാതൊരു മാറ്റവുമില്ല. And there is no changes to that. എന്നാൽ ഇവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ അഡീഷണലായി മാനുഷികമായ ചില സമ്പ്രദായങ്ങൾ അന്ന് ഇതിനോട് ചേർത്ത് എഴുതി ചേർക്കുവാൻ തക്കവണ്ണം ഇടയായി. But along with the laws that has been set up, they had always added something to it that would go in line with what they desire. അതിൽ ഒരു ഈ യേശുവും ശിഷ്യന്മാരും മാനുഷിക സമ്പ്രദായങ്ങൾ പാലിച്ചിരുന്നില്ല. And Jesus and his disciples would not follow those traditions that were more of humanly. അതവർ പാലിക്കാഞ്ഞതിന് കാരണം ആ മാനുഷിക സമ്പ്രദായങ്ങൾ അവർ അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കപ്പെടേണ്ടതായി വരികയാണ്. Because if they had to follow those humanly laws, they would have to disobey God's laws that are being set up. അതുകൊണ്ട് യേശുവിനോടും തന്റെ ശിഷ്യന്മാരോടും ഇവർക്ക് ഭയങ്കര അരിശവും ദേഷ്യവും വൈരാഗ്യവുമായിരുന്നു. So they were very very much against Jesus and his disciples because they were not following those traditions. ഇവിടെ യേശുവിന്റെ ശിഷ്യന്മാര് ഭക്ഷിപ്പാനായിട്ട് ഇരുന്നപ്പോൾ അവർ കൈ കഴുകിയില്ല എന്നുള്ള ഒരു ആരോപണമാണ് യേശുവിനോട് ശിഷ്യന്മാരെ കുറിച്ച് ഇവർ പറയുന്നത്. The complaint that they have about disciples is that disciples would not wash their hands in a certain way that the tradition would ask them to do. ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ
കൈ കഴുകയില്ല എന്നുള്ളതല്ല വിഷയം. ഭക്ഷണത്തിന് മുമ്പ് അവർ വന്നിരിക്കുമ്പോൾ കൈ കഴുകുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു കൈ കഴുകുന്നത്. If we look into Mark chapter 7 and we read that portion, we can understand that before they would take part in food, there was a certain way in which they were supposed to wash their hands. കർത്താവിന്റെ ദാസൻ മക്കാർദർ, വളരെ ഇന്ന് അറിയപ്പെടുന്ന ഒരു നല്ല വേദ പഠിതാവായ മക്കാർദർ പറഞ്ഞിരിക്കുന്നത്, ചില ശാസ്ത്രിമാർ, ചില പരീശന്മാർ പറഞ്ഞ ജനത്തെ മനസ്സിലാക്കിയിരുന്നത്, യഹൂദന്മാർ കിടന്നുറങ്ങുമ്പോൾ ഷിപ്റ്റാഗ് എന്ന് പറയുന്ന ഒരു ദുർഭൂതം വന്ന് അവരുടെ കരങ്ങളെ അശുദ്ധമാക്കുമായിരുന്നു പോലും. And one of the theologians said like this, that the Pharisees had taught Jews in a way that when they would lie down or when they are sleeping, there is a certain demonic spirit that will come and that will make their hands unclean. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ കൈ കഴുകിയില്ലെങ്കിൽ ആ ദുർഭൂതം ഭക്ഷണത്തോടുകൂടെ അകത്തു പോകുകയും മനുഷ്യൻ അശുദ്ധമായി തീരുകയും ചെയ്യുമായിരുന്നു. So if they would not wash their hand in a certain way, the demonic spirit that would have caught on to their hands would go in them as they take part in the food. അപ്പോൾ അവര് കർത്താവിന്റെ അപ്പോൾ അതുകൊണ്ട് ഒരു യഥാർത്ഥ യഹൂദന് എത്ര വിശപ്പാണെങ്കിലും അവന്റെ അടുക്കൽ കൈ കഴുകുവാൻ വെള്ളമില്ലെങ്കിൽ 4 മൈൽ ദൂരം നടന്നിട്ടാണെങ്കിലും വെള്ളം കണ്ടെത്തി ആ പ്രത്യേക രീതിയിൽ കരം കഴുകിയിട്ട് മാത്രമേ അവരുടെ വിശപ്പടക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. So a Jew, though he may be very hungry, he won't take part in the food unless he has washed his hand completely in that way. Even for that, he may have to travel a lot of miles. മക്കാർദർ ചരിത്രത്തിൽ നിന്നും എടുത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആ പ്രത്യേക സമ്പ്രദായം എന്ന് പറയുന്നത്, ആദ്യം ഇവർ വിരൽ പൊക്കിപ്പിടിക്കും, വെള്ളം ഒഴിച്ച് കയ്യിലൂടെ വെള്ളം താഴേക്ക് വരണം. പിന്നീട് അവർ വിരൽ താത്തിപ്പിടിച്ച് വെള്ളം ഇവിടെ നിന്ന് ഒഴിച്ച് വിരലിലേക്ക് നനയണം. ആ ഒരു പ്രത്യേക സമ്പ്രദായമാണ് പരീശന്മാർ ഈ ഒരു മാനുഷിക സമ്പ്രദായമായി എഴുതി ചേർക്കപ്പെട്ടിരുന്നത്. And the theologian Mark Karkaner says like this, that they would have to hold their hands up like this with fingers pointing up when they would be pouring the water into their hands, so that the water would flow down this way, and then after that they would point their fingers down so the water would flow the other way. That was the kind of tradition that they used to follow in those times. സുവിശേഷം 15:2 പറയുകയാണ്, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്തുകൊണ്ടെന്ന് കർത്താവിനോട് ചോദിക്കുക. That's why they are asking, they are questioning Jesus in Matthew chapter 15 and verse 2. Why do your disciples break the tradition of the elders? വചനത്തിനു വേണ്ടിയും പ്രമാണത്തിനു വേണ്ടിയും ഉപദേശത്തിനു വേണ്ടിയും എവിടെയെല്ലാം ദൈവമക്കൾ നിലനിന്നിട്ടുണ്ടോ അവിടെയെല്ലാം ശക്തമായ എതിർപ്പുകളെ അവർ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. Wherever people have stood strong for the word of God, for God's commandments, there has been a lot of challenges and persecution that has come their way. എന്നാൽ ഇന്ന് രാവിലെ കാലം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിശുദ്ധിക്കും വേർപാടിനും ഹല്ലേലൂയ പ്രമാണങ്ങൾക്കും വേണ്ടി നീ നിൽക്കുവാൻ തയ്യാറായാൽ നിനക്ക് പറയുവാൻ കഴിയാത്ത ഉത്തരങ്ങൾ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു യേശുവുണ്ട്, ഒരു സ്വർഗ്ഗമുണ്ട് എന്ന് ഇന്ന് രാവിലെ കാലം നാം അറിഞ്ഞുകൊള്ളണം. Let me tell you, if you are facing such situations in your life, whatever it may be, if you are standing for God, for God's commandment, for the holiness that is from the Lord, God would answer your problems. മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. Matthew 15 and verse 3. നിങ്ങളുടെ മാനുഷിക സമ്പ്രദായങ്ങൾ അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കപ്പെടുകയാണ്. Why do you break the command of God for the sake of your tradition? ദൈവം അവരോട് പറയുക, ഞങ്ങൾ എന്തുകൊണ്ട് മാനുഷിക സമ്പ്രദായങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ മുഖത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നില്ല? കാരണം നിങ്ങൾ എഴുതി ചേർത്ത മാനുഷിക സമ്പ്രദായങ്ങൾ ഞങ്ങൾ അനുസരിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ തമ്പുരാന്റെ പ്രമാണത്തെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ലംഘിക്കുകയാണ്.
When God was trying to say to him, Jesus is trying to say to them is that we are not willing to follow the humanly traditions, because when we do that, we are going against, or we are disobeying God's own commandments that is set forth. 15-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ കർത്താവ് അതിനൊരു ഉദാഹരണം പറയുകയാണ്. And Jesus is sharing an illustration in 5th verse of 15th chapter. 5-ാം കൽപ്പനയാണ് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത്. It's the 5th commandment that you need to obey your father or mother. 11-ാമത്തെ വാക്യം. The 11th verse. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം എന്ന് ദൈവത്തിന്റെ വചനം കൽപ്പനയാണ്. And it says that it is God's commandment that you need to listen or obey your father and mother. കർത്താവ് ആ വചനം സുവിശേഷത്തിൽ എടുത്തു പറയുമ്പോൾ ബഹുമാനിക്കുക എന്നുള്ളതിന് സാമ്പത്തികമായും അവരെ വേണ്ടപ്പോൾ സഹായിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ആ ബഹുമാനത്തിന്റെ പുറകിലുണ്ട്. And when Jesus is saying it in the New Testament about honoring father and mother, it also means that to help them when there is a need that they have in their life. എന്നാൽ ഈ പൂർവന്മാർ എന്ത് ചെയ്തു? അവിടെയും ഒരു മാനുഷിക സമ്പ്രദായം എഴുതി ചേർത്തു. But what these people did, they added a humanly tradition in that aspect as well. എന്തായിരുന്നു മാനുഷിക സമ്പ്രദായം? What was the humanly tradition that was added in? മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട പണം ഖുർബാൻ, അല്ലെങ്കിൽ ഞാൻ ചർച്ചിൽ വഴിപാടിടുന്നു, ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു എന്ന് ഏറ്റു ചൊല്ലിയാൽ ആ പാപം, ആ കുറ്റം നിങ്ങളുടെ മേൽ വരികയില്ല എന്നുള്ളതാണ്. What they had added to this commandment was that if they give this the financials, their money into the church or the house of God and say that I am giving this offering which would have gone to my parents, that means they are forgiven from the for finances that had to go to their parents. അപ്പോൾ ഒരു യഹൂദൻ മാനുഷിക പ്രമാണം അനുസരിച്ച് അമ്മയ്ക്കും അപ്പനും കൊടുക്കേണ്ട സഹായം, അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം, അവരെ ബഹുമാനിക്കാതിരിക്കുന്നത്, അവരെ അനുസരിക്കാതിരിക്കുന്നത് ഖുർബാൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ അവർ മനഃപൂർവ്വം ലംഘിക്കുകയാണ്. So when they are saying the word korban, and when they are saying that I am giving out this the money that belongs to my parents or had to go to my parents to God, they are trying to say that I am free from that or I am forgiven from that. കർത്താവ് തന്റെ 12 ശിഷ്യന്മാരും ആ കാലഘട്ടങ്ങളിൽ പോരാടിയത് ഇങ്ങനെയുള്ള മാനുഷിക ദുരാചാരങ്ങൾക്കെതിരെയായിരുന്നു. And in those times Jesus and his disciples were fighting against such humanly traditions that were set by those people. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് എഴുതപ്പെട്ട മാനുഷിക ആചാരങ്ങളും സമ്പ്രദായങ്ങളുമല്ല, നാം വചനത്തിലേക്ക് മടങ്ങി വരേണ്ടത് What we ആവശ്യമായിരിക്കുകയാണ്. need in our times is not that we follow what the world says or what human says, but we need to follow what the word of God instructs us. 15-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. 11th verse of chapter 15. മനുഷ്യനെ അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. What goes into a man's mouth does not make him unclean, but what comes out of his mouth, that is what makes him unclean. കൈ കഴുകാതെ, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ സമ്പ്രദായം അനുസരിച്ച് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ അത് നിങ്ങളുടെ അകത്ത് ശുദ്ധി വരുത്തുന്നില്ലെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ കർത്താവ് അതിന് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. അകത്തേക്ക് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, വിശുദ്ധിക്ക് മറ്റൊരു പ്രമാണമുണ്ട്, വിശുദ്ധിക്ക് മറ്റൊരു നിലവാരമുണ്ട്. അത് നിന്റെ അകത്തു നിന്ന് എന്തു പുറത്തു വരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി. To answer their tradition of washing the hands, Jesus is saying what matters is not what goes inside of you, but what comes out of you is what matters. 15-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം ഞാൻ നിന്ന് കുറെ സമയം വായിക്കുവാനിടയായി തീർന്നു. And I read the 21st verse for a long time. യേശു അവിടം വിട്ടു. Jesus left that place. മാർക്കോസ് പറയുന്നു അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു. And Mark says Jesus left that place. യേശുവിന് പിന്നെ അവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. Jesus was not able to stand any longer in that place. അവന്റെ പ്രവൃത്തിയിൽ
വിശ്വസിക്കാത്തവരുടെ ഇടയിൽ, among those who would not believe in his work, അവനെ അംഗീകരിക്കാത്തവരുടെ ഇടയിൽ, those who were not willing to accept him, ദൈവത്തിന്റെ കൽപ്പനകളെക്കാളും മാനുഷിക സമ്പ്രദായങ്ങളെ അനുസരിക്കുന്നവരുടെ ഇടയിൽ നിന്ന്, and from those who would give importance more to humanly tradition than God's command, ദൈവ സാന്നിധ്യം മറ്റൊരു മണ്ഡലങ്ങളിലേക്ക് മൂവ് ചെയ്തു തുടങ്ങി. and from there God's presence is going into another place. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. What we need in our life is God's presence. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. What we need in our life is God's presence. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തെയാണ്. What we need in our life is God himself. എന്തിനു നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായാലും ദൈവ സാന്നിധ്യം നമ്മെ, നമ്മുടെ ഭവനത്തെ, തലമുറകളെ വിട്ടു പോകുവാൻ നാം ഇടവരുത്തരുത്. We should not compromise to anything that would let God's presence leave our house or our lives. യേശു അവിടെ വിട്ടിട്ട് എങ്ങോട്ടാണ് പോയത്? And where is Jesus going from there? മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. Mark chapter 7 and verse 24. സോരിന്റെയും സീദോന്റെയും അതിർത്തിയിൽ ഒരു വീട്ടിൽ വന്ന് ആരും അറിയരുത് എന്ന് ഇച്ഛിച്ച് അവൻ ആ വീട്ടിലിരിക്കുകയാണ്. And Jesus left that place and went to the vicinity of Tyre. He entered a house and did not want anyone to know it. എന്നാൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ അവനെ മറഞ്ഞിരിപ്പാൻ കഴിഞ്ഞില്ല. And it says, yet he could not keep his presence secret. അവിടെ ഒരു സ്ത്രീ യേശു അവിടെ ഉണ്ട് എന്നറിഞ്ഞ് ഈ സ്ത്രീ യേശുവിനെ അവിടെ പ്രസിദ്ധമാക്കി. We see that there is a woman who realized that Jesus is here, and she makes him that aware around that place. ഉത്തമഗീതം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. In Song of Songs 1 and verse 3. നിന്റെ തൈലം സൗരഭ്യമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. It says, pleasing is the fragrance of your perfume. Your name is like perfume poured out. യേശുവിന്റെ നാമം ഒരു പരിമള തൈലം പോലെയാണ്. The name of Jesus is like a perfume that is being poured out. എത്ര ബലവും ശക്തവുമുള്ള താഴിട്ട് പൂട്ടുവാൻ ശ്രമിച്ചാലും, Though we may try to lock it down, ആരെല്ലാം അതിനെ ഒതുക്കി വെക്കുവാൻ ശ്രമിച്ചാലും, though we may try to hide it, praise God, അതിനെ ഒതുക്കി വെക്കുവാൻ കഴിയത്തില്ല. അതിന്റെ മണം പുറത്തു വരും. you cannot hold down the fragrance of a perfume. It's going to come out. Praise God. Amen. Hallelujah. ആരായിരുന്നു ആ സ്ത്രീ എന്ന് ഇവിടെ പറയുകയാണ്. And it said, who is this woman? ആരായിരുന്നു അവന്റെ നാമത്തെ പ്രസിദ്ധമാക്കിയ ആ സ്ത്രീ? And who was this person who made his name famous? മത്തായി മർക്കോസും പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ അവൾ ഒരു ജാതീയ സ്ത്രീയായിരുന്നു. And if we look based on what Matthew and Mark is saying, she was someone who was from Gentiles. നമുക്കറിയാം, ഒരു ജാതീയ സ്ത്രീക്ക് ഒരു യഹൂദന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നതിനുള്ള പ്രതിസന്ധികളെല്ലാം നമുക്കറിയാം. And we all know that the challenges or the issues with a woman who is from Gentiles to come forward and stand in front of a Jewish person. എന്നാൽ മത്തായി മർക്കോസും അതിൽ നിന്ന് വിഭിന്നമായ ചിന്താഗതികളാണ് പറയുന്നത്. But Matthew and Mark are sharing something which is very different from what we could expect. മത്തായി പറഞ്ഞിരിക്കുന്നത് അവൾ ഒരു കനാനിയ സ്ത്രീയായിരുന്നു എന്നാണ്. And Matthew says she was a Canaanite woman. ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. And we read in the word of God like this. 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കനാന്യരെ എല്ലാം ഉന്മൂലനാശം ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. That God had commanded that Canaanites needs to be destroyed completely. അപ്പോൾ എങ്ങനെയോ ഇവളുടെ കുടുംബം വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിപ്പോയവളാണ്. And somehow this family was saved out of the hitting of the sword. അവൾ വന്ന് നിൽക്കുന്നത് ആരാണോ ഇവരെ ഉന്മൂലനാശം ചെയ്യുവാൻ കൽപ്പന പുറപ്പെടുവിച്ചത് അവന്റെ മുൻപിലാണ് ഇവൾ വന്ന് നിൽക്കുന്നത്. So she has come and she is standing in front of a person who had commanded that these people need to be destroyed completely. അവൾ യേശുവിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ കൃപയെന്നല്ലാതെ കരുണയെന്നല്ലാതെ അവൾക്ക് മറ്റൊന്നും പറയുവാനായിട്ടില്ല. And when she is standing in front of Jesus, she can't say anything else except grace and mercy. ദൈവമക്കളെ, നമ്മുടെ ചുറ്റും അപകടങ്ങൾ ഹല്ലേലൂയ നടമാടിയപ്പോൾ, And when things around us happened in a very unexpected way, എത്രയോ മരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചപ്പോൾ,
പോയപ്പോൾ, when we saw death all around us, ഈ വൈറസിന്റെ ശക്തി നമ്മൾ അനേകരുടെ ജീവനായി എടുത്തുകൊണ്ട് പോയപ്പോൾ, when virus took away life of so many people, നാം അവരിൽ നിന്നൊന്നും ശ്രേഷ്ഠമായത് ആയവർ ആയതുകൊണ്ടല്ലോ എണ്ണത്തിലാരും കുഴഞ്ഞു പോകാതെ ഇന്നുവരെയും നമ്മളെ നടത്തിയത് തമ്പുരാന്റെ കരുണയൊന്നു it is not മാത്രമാണ്. our ability or our strength that has kept us so far, but it is only the grace and the mercy of God that has kept us so far. മർക്കോസ് അവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൾ സുറാഫൈനക്കാരിയായിരുന്നു എന്നാണ് And പറഞ്ഞിരിക്കുന്നത്. Mark says that she was from Sypharnacain. സുറാഫൈനക്ക എന്ന് പറഞ്ഞാൽ രണ്ട് ദേശങ്ങളുടെ പേരാണ്. And if you look at that term Sypharnacain, that means that refers to two different countries. സിറിയയും ഫൈനിക്കയും. It refers to Syria and Phoenician. അത് അവളിപ്പോൾ ആയിരിക്കുന്ന ഒരു ജാതീയ പശ്ചാത്തലത്തെ കുറിച്ചാണ് പറയുന്നത്. And it talks about the Gentiles that she comes out from. അത് അവൾ വ്യത്യസ്ത മാതാപിതാക്കളാലാണ് ജനിക്കപ്പെട്ടതെന്നും. And that says that she has come from the parents who comes from two different backgrounds. ഒക്കെയുമുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. There is various the explanation regarding her background that we can read about. നമുക്കതിൽ നിന്ന് ഒരു കാര്യം പഠിക്കാം. But there is one thing that we can learn from there. ഒരു സമ്മിശ്ര കൾച്ചറിൽ നിന്നാണ് അവൾ പുറത്തു വന്നിരിക്കുന്നത്. She has come from a culture that is outside of what they have been following. പിന്നെ മാർക്കോസ് ഒരു ഡീറ്റെയിലും കൂടി അവളെ കുറിച്ച് പറയുകയാണ്. And then Mark is adding on to something about her. അവൾ ഒരു ഗ്രീക്കുകാരിയായിരുന്നു, അവൾ ഒരു യവനായക്കാരിയായിരുന്നു. She was a Greek lady. അത് അവൾ ആയിരിക്കുന്ന പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലെ ലൊക്കേറ്റ് ചെയ്യുകയാണ്. And that talks about the political aspect of this lady. അവൾ ആ കാലത്ത് ഗ്രീക്ക് ഭരണകൂടത്തിന്റെ കീഴിൽ താമസിച്ചവരായിരുന്നു. And she was someone who was under the law of Greek in those times. അപ്പോൾ മാർക്കോസ് അവൾ ഇപ്പോൾ ആയിരിക്കുന്ന അവളുടെ പ്രസന്റ് സിറ്റുവേഷനിലേക്ക് നോക്കുമ്പോൾ മത്തായി അവൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവളുടെ കഴിഞ്ഞകാല പശ്ചാത്തലത്തിലേക്ക് When നോക്കുകയാണ്. Mark is looking into the aspect of who she is currently, Matthew is talking about the history that she comes from. അവൾ ഒരു യവനായക്കാരിയായി യേശുവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ മത്തായി പറഞ്ഞിരിക്കുന്നു അവളുടെ റൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അവൾ ഒരു കനാനിയ സ്ത്രീയാണ്. While Mark says that this is a lady who is a Greek, Matthew says that this is a person who comes from Canaanite. നാം എത്ര നല്ല വസ്ത്രങ്ങൾ ധരിച്ചാലും, Though we may wear the best clothes that we can think of, ഏതെല്ലാം പേരുകളുടെ ടൈറ്റിൽ നമ്മുടെ പേരിന് മുൻപിൽ ഉണ്ടെങ്കിലും, we may have many titles added to our names. തമ്പുരാന്റെ മുൻപിൽ നാം വന്നു നിൽക്കുമ്പോൾ, When we come and stand in the presence of God, യഥാർത്ഥത്തിൽ നാം ആരാണെന്ന് അവിടെയാണ് തെളിഞ്ഞു വരുന്നത്. and it becomes very clear in the presence of God who we are. മനുഷ്യന്റെ കണ്ണുകൾക്ക് മുമ്പിൽ നാം ആരുമാകാം. We may look something very good or pleasing in the eyes of people around us. മനുഷ്യരുടെ മുൻപിൽ നാം നല്ലതും ചീത്തയുമാകാം. We can look good or we can look bad in the sight of man. നാം തിന്മയ്ക്കായും നന്മയ്ക്കായും ഉള്ളത് മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുവാൻ കഴിയും. And we may see good or bad when people are looking into our lives. എന്നാൽ അതിലൊന്നും പ്രശംസിപ്പാനോ അതിലൊന്നും ദുഃഖിക്കാനോ നമുക്ക് ആവശ്യമില്ല. But we need not to rejoice or we need not to be saddened in the aspect of what people are thinking about us. ഞാൻ എന്റെ തമ്പുരാന്റെ മുൻപിൽ വന്നു നിൽക്കുമ്പോൾ ഞാൻ ആരാണെന്ന് അവൻ പറയുന്നതാണ് യാഥാർത്ഥ്യം. But what matters is what God will say about me when I come and stand in His presence. അതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി തീരാതെ തമ്പുരാനെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ നമുക്കിടയായി So we തീരട്ടെ. need to be people who are pleasing God and not pleasing men. എബ്രായലേഖനം 5-ാമത്തെ അധ്യായം 13-ാം വാക്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. In Hebrews chapter 5 and verse 13 it said like this. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. And there is nothing that is hidden from God. സകലവും അവന്റെ കണ്ണിന് മുൻപിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. Everything is clean, it's clear and naked in front of His eyes. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. And we have, what matters is how He looks into us. ഒരു ദൈവ പൈതലിന് കാര്യമുള്ളത് അവനെ പുറമേ നോക്കുന്ന മാനുഷിക കണ്ണുകളെ അല്ല. And what matters for the child of God is not the eyes, which humanly eyes that is looking at him. ഒരു ദൈവ പൈതലിന് കാര്യമുള്ളത് അവന്റെ അന്തരംഗത്തെ അവനായിരിക്കുന്നത് പോലെ ഗ്രഹിക്കുന്ന അവന്റെ സൃഷ്ടിതാവിന്റെ മുൻപിലാണ്. What matters to a child of God is what the Creator God thinks about him or her. ഇങ്ങനെ ജീവിതത്തിൽ ഒരു സുഗന്ധവും ഇല്ലാത്തവളായിരുന്നു ഈ സ്ത്രീ. And this woman was a woman who had no fragrance in her life. ഒരു യഹൂദന്റെ മുമ്പിൽ വന്നു നിൽക്കുവാനുള്ള യോഗ്യത അവൾക്ക്
അവൾക്കില്ല. She didn't have any quality to come and stand in front of a Jew. ദൈവത്തിന്റെ മുൻപിൽ അവളെ ദൈവത്തെ അഭിമുഖീകരിക്കാൻ അവൾക്ക് പറ്റത്തില്ല. She is not capable enough to interact with Jesus Christ. അവൾ ആരാണെന്നുള്ള യഥാർത്ഥ ടൈറ്റിൽ പോലും വ്യക്തമല്ല. And it is not even clear about the title that she has. മാനുഷിക തലങ്ങളിൽ അവൾ ഇതാണ് അതാണെന്നാണ് പലരും പറയുന്നത്. And people are saying on the humanly aspect that she is this or she is that. ഇങ്ങനെ നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും പോയ ഒരു സ്ത്രീ, And she, a woman who was looked down upon by the society and the people around. ജീവിതത്തിൽ സുഗന്ധമില്ലാത്തവൾ, A lady who had no fragrance in her life. യേശു അവളുടെ അടുത്തുണ്ടെന്ന് മനസ്സിലായപ്പോൾ, When she understood that Jesus is close to her. യേശുവിന്റെ സുഗന്ധം അവളുടെ മൂക്കിലെത്തിയപ്പോൾ, When the fragrance of Jesus came into her nose. അവൾ ആരാണെന്നുള്ള വിഷയം, യേശു ആരാണെന്ന് സമൂഹം അറിയുവാൻ അവൾ താല്പര്യപ്പെട്ടു. And it didn't matter who she was. What she desired was, I want this Jesus known to my community. 2 കൊരിന്ത്യർ 2:14 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. And 2 Corinthians chapter 2 and verse 14 says like this. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി വഴി നടത്തുകയും, That our God in who leads us in triumphant procession. എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. And in Christ and through us spreads everywhere the fragrance of knowledge of Him. നമ്മൾ സുഗന്ധമില്ലാത്തവളാണ്. And for us, we are people who have no fragrance. നമുക്കുള്ള സുഗന്ധം മറ്റുള്ളവർക്ക് രസകരവുമാകത്തില്ല. And maybe the fragrance that we have is something that is not pleasing to those who are around us. എന്നാൽ യേശുവിനോട് കൂടെ വസിക്കുന്നവനാണ് ഞാൻ എന്നുള്ളതിനാൽ, But because I am someone who lives with God. യേശുവിന്റെ അടുക്കൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവനാണ് എന്നുള്ളതിനാൽ, Because I am someone who would sit in the presence of God and pray. യേശുവിനെ 24 മണിക്കൂറും കൊണ്ട് നടക്കുന്നവനാണ് ഞാൻ എന്നുള്ളതിനാൽ, Because I am someone who carries God's presence in my life 24 hours a day. എനിക്കൊരു സുഗന്ധമുണ്ട്, എനിക്കൊരു മണമുണ്ട്. I have a fragrance and I know that I have that fragrance. അത് എന്റെ മണമല്ല, അത് യേശുവിന്റെ മണമാണ്. And it is not my fragrance, it is the fragrance of my God. അതുകൊണ്ട് എനിക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട്. So I have an obligation ഞാൻ മറഞ്ഞിരിക്കേണ്ടവനല്ല. that I am not someone who needs to hide. യേശുവിന്റെ സുഗന്ധം വ്യാപിപ്പിക്കേണ്ടവനാണ്. I am someone who is supposed to spread the fragrance of Jesus to others. ഞാൻ ഇന്ന് രാവിലെ കാലം ദൈവമക്കളെ അതിലേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. And people of God, I am inviting you into that aspect this morning. കർത്താവിന്റെ സുഗന്ധം എല്ലായിടത്തും വ്യാപിപ്പിക്കുവാൻ കർത്താവ് നമ്മളെ May the സഹായിക്കുമാറാകട്ടെ. Lord strengthen us so that we may go forth and spread the fragrance of Jesus around us. അവന്റെ വാസന വെളിപ്പെടുത്തുക. And to spread or to show forth His presence through our lives. യേശു മറഞ്ഞിരിപ്പാൻ ശ്രമിച്ചു. ഈ സ്ത്രീ യേശുവിന്റെ സുഗന്ധം പുറത്തു കൊണ്ടുവന്നു. And Jesus, when He was trying to be to hide or to be in secret place, she is coming forth and sharing about Him in the front. മത്തായി പറഞ്ഞിരിക്കുന്നത് 22ാമത്തെ വാക്യത്തിൽ അവൾ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And Matthew in verse 22 says she came. അവൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവൾക്ക് പരിമിതിയുണ്ട് വരാൻ. There are limitations in terms of she being woman to come. അവൾ ഒരു ജാതീയ സ്ത്രീ എന്നുള്ള നിലയിൽ അതിലും പരിമിതിയുണ്ട് യേശുവിന്റെ അടുക്കൽ വരുവാൻ. And also because she is someone who comes from Gentiles, there are more limitation in terms of her coming to God. കനാന്യ സ്ത്രീ എന്നതിനാൽ അതിലേറെ പരിമിതിയുണ്ട് യേശുവിന്റെ അടുക്കൽ വരുവാൻ. And because she is a Canaanite woman, there are issues in terms of the authority as she approaches Jesus. അവൾ ഒരു സമ്മിശ്ര ജാതി എന്നുള്ളതിനാൽ ഏറെ പരിമിതിയുണ്ട് യേശുവിന്റെ അടുക്കൽ വരുവാൻ. And because she comes from Gentiles, there are a lot of limitations in terms of her approaching Jesus. മത്തായി പറഞ്ഞിരിക്കുന്നു ഇതിന്റെ എല്ലാ നടുവിലും അവൾ ഒരു റിസ്ക് എടുത്തു, അവൾ യേശുവിന്റെ അടുക്കൽ വന്നു. But Matthew says, in spite of all of this, she took the risk and came forth into the presence of God. രാവിലെ ഞാൻ ഈ സാഞ്ചുറിയിൽ ഇരിക്കുന്നവരും ഭവനത്തിൽ ഇരിക്കുന്നവരും അല്പകാലം കഴിഞ്ഞ ഈ സന്ദേശം യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നവരോടും പറയുകയാണ്, യേശു നിന്നെ വിളിക്കുകയാണ്. And to those who are in the sanctuary and those who are watching us online, I want to say to you that Jesus is inviting you this morning. നീ എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവനാണെങ്കിലും ആണെങ്കിലും, You may be going through the biggest challenge in your life. ജീവിതത്തിൽ പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിഷയങ്ങളിലൂടെ നീ കടന്നു പോകുന്നവനായാലും, You may be going through situation that you think has no solution. യേശു നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ളതിനാൽ യേശുവിന്റെ അടുക്കലേക്ക് നീ കടന്നു വരിക.
Are you willing to come into God's presence so that He can change your situation around? എങ്ങനെയാണ് ഇവൾ വരുവാനുള്ള കാരണം യേശുവിന്റെ And അടുക്കലേക്ക്? how is she able to come to Jesus? മർക്കോസ് പറയുകയാണ് അവന്റെ വസ്തുത കേട്ടിട്ട് അവൾ യേശുവിന്റെ അടുക്കൽ വന്നു. And after listening or hearing her background or her history or her fact, she's coming to Jesus. അവളുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത ഒരു പ്രശ്നം ഭവനത്തിലുണ്ട്. And she has a situation at her home that has no solution. അത് മനുഷ്യനും മരുന്നിനും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത And വിഷയമാണ്. neither man or neither medicine can heal that situation. അവളെ രാവിലെയും വൈകിട്ടും കേൾക്കുന്ന ശബ്ദമുണ്ട്. There is a voice that she would hear morning and evening. അവളുടെ കുഞ്ഞിനെ ഒരു പിശാച് ബാധിച്ചിരിക്കുകയാണ്. And the demonic spirit has caught on to her daughter. അവൾ കേൾക്കുന്ന ശബ്ദം പൈശാചിക ശബ്ദങ്ങളാണ്. And what she is hearing is the spirit of demon in her house. അവൾ കേൾക്കുന്ന ശബ്ദം രോഗത്തിന്റെ ശബ്ദമാണ്. All she's hearing is the sound of this disease. അവൾ കേൾക്കുന്നത് നിരാശയുടെ ശബ്ദമാണ്. All she's hearing is the voice of this discouragement. അവൾ കേൾക്കുന്നത് അസാധ്യതയുടെ ശബ്ദമാണ്. She hears the voice of impossibility. ഇതിനിടയിൽ അവളുടെ ചെവിയിലേക്ക് ഒരു പേര് കടന്നു വന്നു. And among all of this situation, she can hear a name. ഹല്ലേലൂയ. അത് യേശു എന്നുള്ള ശബ്ദമാണ്. And that name is the name of Jesus. രോഗത്തിന്റെ ശബ്ദം ചെവിയിൽ കേൾക്കുന്നു. On one side, she can hear the sound or the voice of the disease. എന്നാൽ യേശുവിന്റെ ശബ്ദം ചെവിയിലേക്ക് വരികയാണ്. But on the other side, Jesus' voice is coming into her ears. തിരമാലകളുടെ ശബ്ദം എന്റെ ചെവിയിൽ കേൾക്കുന്നു. And on one side, the stormy situation is arising. എന്നാൽ യേശുവിന്റെ നാമം എന്റെ ചെവിയിൽ കേൾക്കുകയാണ്. But this on the other side, the name of Jesus is being proclaimed. കാറ്റിന്റെ ശബ്ദം എന്റെ ചെവിയിൽ കേൾക്കുന്നു. And on one side, the storm, the wind can be heard. മറുവശത്ത് യേശുവിന്റെ നാമം എന്റെ ചെവിയിലേക്ക് വരികയാണ്. But on the other side, the name of Jesus is coming into your ear. മരണത്തിന്റെ ശബ്ദം എന്റെ ചെവിയിൽ കേൾക്കുന്നു. On one side, you can hear the voice of death. എന്നാൽ യേശുവിന്റെ ശബ്ദം എന്റെ ചെവിയിൽ കേൾക്കുകയാണ്. But on the other side, the name of Jesus is coming along. ഇന്ന് രാവിലെ നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്ന ശബ്ദം എന്താണ്? What is the voice that you are hearing this morning? അതൊരു ഡോക്ടറിന്റെ റിപ്പോർട്ടാണോ? Is it the report that you have received from doctor? അത് നിങ്ങളെ തളർത്തിക്കളയുന്ന വാക്കുകളാണോ? Is it something, the words that is discouraging you? അത് നിങ്ങളെ നിരാശരാക്കി തീർക്കുന്ന വാക്കുകളാണോ? Are those the words that are making you discouraged? ഇത് കൊണ്ട് നടക്കത്തേ ഉള്ളൂ എന്നുള്ള ശബ്ദമാണോ? Or are you hearing that this is something that you will carry on? തലമുറയുടെ മേലുള്ള അസ്വസ്ഥതയാണോ? Or is it the problem that you are facing in your generation? ദൈവത്തിന്റെ മേലുള്ള പോരാട്ടങ്ങളാണോ? Is it the battle that you are facing in your spiritual ground? ഇടത്തിൽ നിന്ന് വാദിക്കുന്ന ശബ്ദമാണോ? Or is it a voice that you are saying that I will not let you go? ആത്മാവിൽ വചനം വിളിച്ചു പറയുക. I am proclaiming the word of God this morning. ഇതിനപ്പുറത്ത് കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. There is a voice that is beyond these voice. Hallelujah. Thank you, Jesus. യേശുവിന്റെ ശബ്ദം. The voice of Jesus. 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 Thank you. യേശുവിന്റെ ശബ്ദം. The voice of Jesus. ഹല്ലേലൂയ. യേശു യേശു യേശു. Jesus, Jesus, Jesus. അവൾ എന്താണ് ചെയ്തത്? കർത്താവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ, And what did she do as she came into the presence of God? പ്രൈസ് ഗോഡ്, നിയമത്തിന്റെയോ യോഗ്യതയുടെയോ അടിസ്ഥാനത്തിലല്ല. Not based on her ability or the laws. പ്രൈസ് ഗോഡ്. അങ്ങനെയൊക്കെ നോക്കിയാൽ അവൾക്ക് യേശുവിന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. Because if she has to look into all those aspects, she can't come to Jesus. ദൈവത്തിന്റെ കരുണയാൽ It's the grace of God. യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ When she came to Jesus അവൾ ആ പാദപീഠത്തിലേക്ക് വന്ന് നോക്കി. and she looked into his feet, അവൾക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. she was not able to control herself. ആ പാദത്തിലേക്ക് വന്ന് നോക്കി. She looked into that feet. ആ പാദം കണ്ടപാടെ കടന്നു നടന്നു. And when she saw those feet, she fell onto those feet. അതാണ് ആരാധന. And that is worship. ആരാധനയ്ക്ക് ക്രമം വേണം, ക്രമം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. There should be a format in the worship. I agree to that. പലപ്പോഴും ആ ഫോർമാറ്റിൽ അല്പം വ്യത്യാസം വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. And once there is a change to the format, we become uncomfortable. രാവിലെ ദൈവസഭയോട് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക. I am saying it to the church of God this morning. ആരാധന എന്ന് പറയുന്നത് അതിലും അപ്പുറമാണ്.
The worship is beyond that. ഇതെല്ലാം ചെയ്തിട്ട് അവന്റെ പാദം കാണാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ, If you are doing all that you want to do but you are not falling onto his feet, ഞാൻ പറയും ആരാധനയുടെ തലത്തിലേക്ക് നാം വന്നില്ലെന്നുള്ളതാണ്. it means that we have not come into the level of worship. ഒരു അജണ്ടകളും നമ്മൾ കീപ്പ് അപ്പ് ചെയ്തില്ലെങ്കിലും, If we are not keeping up any agenda, ഒരു ഓർഡറും നമ്മൾ if we പാലിക്കപ്പെട്ടില്ലെങ്കിലും, are not following a certain order, മുൻപോട്ട് കടന്നു വന്ന് you mean instead of coming forward, അവന്റെ പാദപീഠം കണ്ടിട്ട് and if we are not coming forward and looking at his feet, ഒന്ന് കമന്ന് കിടന്ന് കരയുവാൻ തയ്യാറായോ, and if we are willing to come forward and fall onto his feet and cry out, ഞാൻ പറയാം അതാണ് ആരാധന. let me say that is the true worship. Amen. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? How many of you would be able to praise God this എത്ര morning? പേർക്ക് സ്തോത്രം ചെയ്യുവാൻ How കഴിയും? many of us can praise God this morning? Thank you, Jesus. അവന്റെ പാദപീഠത്തിലേക്ക് നോക്കിയാൽ നമുക്ക് എങ്ങനെ അവിടെ വീഴാതിരിക്കാൻ പറ്റും? And those of us who have seen his feet, how can't we fall onto his feet? അവന്റെ പാദപീഠം കണ്ടോ, ആണിപ്പാടേറ്റ കാലുകളാ. And those feet which has the nail, those nail pierced feet, ഇത് അവന് വേണ്ടി തുളച്ച പാടല്ലോ. and all those marks on his body, those were all done for us. ഇത് സാങ്കുരുളയ്ക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട കിഴുത്തയാ. And these pierced that you see on the feet or the hands are the ones that were done for me. അതെനിക്ക് കാണുമ്പോ എനിക്കെന്താ ഡിഗ്നിറ്റി? And when it was done for me. അതിനെ മറച്ചു വെച്ചുള്ള വ്യക്തിത്വം എന്താ എനിക്കുള്ളത്? What else do I have to hide other than this? അതിനേക്കാളും വലിയവനാണോ എന്റെ അന്തസ്സ്? Is there anything that is bigger than this sacrifice that he did for me? Thank you, Jesus. ഈ ദിവസങ്ങളിൽ ദൈവിക ദർശനം നമ്മളെ താഴ്മയുള്ളവരാക്കി തീർക്കട്ടെ. May God help us humble as we understand the spiritual aspect of the situation. ആരാധനയിൽ അവന്റെ പാദപീഠം കാണട്ടെ. Let us be able to see the feet of God as we come into worship. ആരാധനയിൽ നിനക്ക് വേണ്ടി തുളച്ച ആ കാലുകൾ കാണട്ടെ. Let us be able to see those feet which was pierced for you. അപ്പോൾ എന്താ പ്രശംസിക്കാനുള്ളത്? So what is there that we have to praise? We can just fall down and cry out, and that is the true worship. പലപ്പോഴും സങ്കടം തോന്നി, including me. And sometimes I feel very saddened. വചനം പ്രസംഗിക്കുന്നത്, വചനം തരുന്നത് പ്രസംഗിക്കുന്നവർക്കും കൂടെ വേണ്ടിയാ. And the word that is being ministered is also for those who are ministering it. പലപ്പോഴും ഓടി വന്ന ഒരു ലിസ്റ്റ്, ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് വെച്ചിട്ട് അങ്ങ് പോവുക. And sometimes coming forth and just sharing the shopping list. Praise God. അതല്ല ആരാധന. That is not the worship. അവൻ ആരാണെന്ന് അറിയുന്നതാണ് ആരാധന. It is to know who God is, the worship. ആരാണെന്ന് അറിയുന്നതാണ് ആരാധന. The true sense of worship is to understand who God is. അവൾ അക്നോളജ് ചെയ്തു. She acknowledged that. അവൾ പറഞ്ഞു, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണം. And she's saying, God, son of David, have mercy upon me. യഹൂദന്മാർക്ക് പോലും ഈ കാഴ്ചപ്പാട് കിട്ടിയിട്ടില്ല. Jewish people didn't have this kind of vision about the worship. And she was someone who had great spiritual vision. She knew who he was. God, son of David. You are God. You are the king. You are God who have all the authority. You are God who have all the authority. Praise God. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ദാവീദ് പുത്ര എന്നുള്ളത് കർത്താവിന്റെ ഒരു മശിഹൈക ടൈറ്റിൽ ആണ്. And son of David, that's the title of Messiah. മർക്കോസ് 12:35 നമ്മൾ വായിക്കുമ്പോൾ ഒരിക്കലും പരീക്ഷന്മാർ പറയുന്ന കാര്യം പിന്നീട് കർത്താവ് പറയുകയാണ്. അവർ പറയുകയാണ്, നിനക്കങ്ങനെ ദാവീദിന്റെ സന്തതിയായിരിക്കാൻ കഴിയും. കാരണം യേശുവിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ദാവീദ് ജീവിച്ചിരുന്നത്. And in Mark chapter 12 verse 35 we can see that they're questioning Jesus, how you can be the generation of David, because this was thousands of years back that David was born. എന്നാൽ കർത്താവ് 110 സങ്കീർത്തനം 1 വാക്യം, വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദാവീദിന്റെ സന്തതി എന്നുള്ളതിനേക്കാളും ഞാൻ ദാവീദിന്റെ ദൈവമാണ്, എൻ്റെ രാജ്യത്വം നിത്യമാണ്. And more in Psalms 110 we see that he says that more than me being the generation of David, what matters is I am the God of David. അവൾ യേശുവിനോട് പറയാണ്, എന്നോട് കരുണയുണ്ടാകണമേ.
And she's saying, God, have mercy upon me. എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണമേ. Please accept me, O Lord. Hallelujah. Hallelujah. അവൾ എത്ര ആത്മീക ജ്ഞാനമുള്ളവളായിരുന്നു. And she was someone who had so much of knowledge in terms of the spiritual aspect. അവളെ വിഷയം പറയുന്നതിന് മുമ്പ് കർത്താവിനോട് പറയുക, കർത്താവേ നീ എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണമേ. And before she could share her issues or problems, she's saying, God, accept me. ദൈവം നമ്മെ അക്സെപ്റ്റ് ചെയ്യാതെ നാം എത്ര ആരാധിച്ചാലും അതിന് യാതൊരു പ്രയോജനവുമില്ല. If God is not accepting us, whatever worship we may give, it is of no benefit. Praise God. ഇനി എന്താണ് അവളുടെ അപേക്ഷ? And what is her request? ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. Let me say it quickly and conclude. അവൾക്കൊരു ചെറിയ മകളുണ്ടായിരുന്നു. She has a daughter. അവൾക്ക് ഒരു അശുദ്ധാത്മാവ് ബാധിച്ചു. And that daughter is demon possessed. അതാണ് അങ്ങനെയാണ് മർക്കോസ് പറയുന്നത്. And that's how Mark says. മത്തായി പറഞ്ഞിരിക്കുന്നത് 15:22 എന്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. And in Matthew chapter 15 and verse 22 says that my daughter is possessed by the demonic spirit. Praise God. Hallelujah. അവൾ കർത്താവിനോട് പറഞ്ഞിരിക്കുകയാണ്, ഇത് കഠിനമാകുകയും ദിവസം തോറും കൂടുകയാ. നീ എനിക്ക് വേണ്ടി എന്നെ ഉപദ്രവിക്കുന്ന ഒരു ശത്രുവുണ്ട്, അവനെതിരെ നീ ഒന്ന് യുദ്ധം ചെയ്യണമേ. And she is saying that this is increasing day by day and she is suffering terribly, so God come and help me. മർക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നത് അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല എന്നുള്ളതാണ്. And in Mark we read that Jesus didn't answer her. അവൾ ഈ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു വാക്കും അവളോട് പറഞ്ഞില്ല. And when she is making this request, Jesus is not replying to her. അവളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മൗനം പാലിക്കുകയായിരുന്നു. And there is a silence that we see there when she is making that request. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. And we are people who would pray. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം ഒന്നും നമ്മോട് സംസാരിക്കാത്ത ഒരു നിശബ്ദത നമുക്ക് ഫീൽ ചെയ്യുവാനാണ്. Sometimes when we are praying, we could feel that as the heaven is not answering our prayer or not listening to our prayers. അതുകൊണ്ട് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നുള്ളതല്ല. And it's not that because God is not listening to our prayers. പ്രാർത്ഥനയുടെ അടുത്ത തലം നമുക്ക് കാണുവാനിടയായി തീരും. And we need to understand the next level of prayer. ശിഷ്യന്മാർ അവൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. And we see that disciples are putting this request for her in front of Jesus. ശിഷ്യന്മാർ യേശുവിനോട് പറയുന്ന അർത്ഥം ഇതാണ്, യേശുവേ അവൾ പുറകെ നടന്ന് നിന്നെ അസഹ്യപ്പെടുത്തുന്നു, നീ അവളെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ നീ അവളുടെ അപേക്ഷ കേൾക്കുക എന്നുള്ളതാണ്. And their disciples are saying that she is following and troubling you, you can just listen to her and answer what she wants to say. പലപ്പോഴും ഒരു വിഷയത്തിൽ നമുക്കൊരു ബേർഡൻ വരുമ്പോൾ നാം പ്രാർത്ഥനാ വിഷയം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്. And sometimes when we are troubled by a fact and we would share those prayer requests with others. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. And we would pray for others. ഇവിടെ ആ പ്രാർത്ഥനയ്ക്കും കർത്താവ് വേണ്ട മറുപടി കൊടുക്കുന്നില്ല. And here we see that Jesus is not even replying to those requests. അവൾ എന്താണ് ചെയ്തത്? What is she doing there? യേശു മുൻപോട്ട് നടന്നു നീങ്ങുകയാണ്. And Jesus is moving forward. അവൾ ഗിവ് അപ്പ് ചെയ്യുവാൻ തയ്യാറല്ലായിരുന്നു. And she was not willing to give up. അവൾ പുറകെ ഓടി വന്ന് യേശുവിന്റെ മുൻപിൽ നിന്നു. And she came behind him and she came in front of Jesus now. മത്തായി പറഞ്ഞിരിക്കുന്നത് അവൾ വീണ്ടും യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. And we see that Matthew says that she is falling into the feet of Jesus. അവൾക്ക് ഇതിന്റെ പുറകിൽ വ്യാപരിച്ച ഒരു വിശ്വാസം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. And there is a faith that has flowed in behind this before she could come. മത്തായി ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് അവൾക്ക് വലിയ വിശ്വാസം ഉള്ളവളായിരുന്നു. And Matthew says that she was a woman who had a great faith. അവളുടെ വിശ്വാസം ഇതായിരുന്നു, യേശുവിനെ ഞാൻ എന്നിലേക്ക് തിരിക്കും എന്നുള്ളതായിരുന്നു. And her faith was that I would make Jesus turn to my situation. എന്നിലേക്ക് തിരിയുന്നതുവരെയും ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കും. Till Jesus turn and look into my situation, I will continue to weep and pray. ഇന്ന് രാവിലെ കാലം പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെങ്കിൽ, and this morning as you are battling situation where you have been praying for a long time and have no answer, ഈ കനാനിയ സ്ത്രീയുടെ പ്രാർത്ഥന നമുക്ക് മാതൃകയാക്കി തീർക്കട്ടെ. let this exemplary prayer of this Canaanite woman be an example for us. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ദൈവവചനം നമ്മളെ
ഉപദേശിക്കുകയാണ്. Word of God says that pray without ceasing. ഹല്ലേലൂയ. Hallelujah. യേശു അവളോട് പറഞ്ഞു, And what Jesus said, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കട്ടുകൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല. and it is not right to take the children's bread and take it to their ഇവിടെ dogs. കർത്താവ് അപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന രോഗസൗഖ്യത്തെ കുറിച്ചാണ്. And what Jesus is referring bread here to is the disease, the healing, the sickness that is there. മക്കൾ എന്ന് പറഞ്ഞാൽ യഹൂദ ജാതിയാണ്. And what children is referring to the Jews. അവൻ സ്ത്രീയോട് പറയുന്നത് ഇതാണ്, And- നീ മകളായി തീരണം, അപ്പോഴാണ് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നത്. And what he's trying to say is you have to become a daughters for us to hear your prayer. നാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തളങ്ങളിൽ വന്നതുകൊണ്ടാണ്. And we are able to cry and seek out to him because there is this the fellowship that we have with God, more of a sonship. എന്നാൽ അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. But she was not someone who was willing to let go. അവളൊരു ഉദാഹരണം കർത്താവിനോട് പറയുകയാണ്. And she is sharing an example with Jesus. കർത്താവേ, ഉടയവന്മാർ മേശപ്പുറത്തിരുന്ന് കഴിക്കുമ്പോൾ അതിന് ഭക്ഷണത്തിന്റെ ബാക്കി വരും. And she's saying that when they are eating, the children are eating, there are the food that comes out, that is left out. അത് അവന്റെ മേശയുടെ അടിയിൽ കിടക്കുന്ന നായക്കുട്ടികൾക്കുള്ളതാണ്, ജാതികൾക്കുള്ളതാണ്. And those breadcrumbs are for those who are for the dogs who are under the table. അത് നീ എനിക്ക് തരണമെന്നാണ് ഇവൾ വാദിക്കുന്നത്. And she's saying that is in a similar way it belongs to Gentiles and you should give that to me. മർക്കോസ് 7:27 വ്യത്യസ്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. Mark 7 and verse 27 says in a different way. കർത്താവ് അവളോട് പറയുകയാണ്, മുൻപേ മക്കൾക്ക് തൃപ്തി വരട്ടെ. Jesus is saying first let the children eat all they want. അപ്പോൾ അവളുടെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് യേശു ഒന്നും മിണ്ടിയില്ല, മൗനം പാലിച്ചു. And so Jesus was quiet in the first part of her prayer. അവൾ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. And she continued her prayer. പ്രാർത്ഥനയുടെ മധ്യഭാഗമായപ്പോൾ And when she came into the middle of her prayer, യേശു അവളോട് പറയാണ്, വെയിറ്റ് ചെയ്യുക. and Jesus is saying to wait. മക്കൾ ആദ്യം പഠിച്ചു കഴിയട്ടെ. Let children eat first. ഇവൾ വെയിറ്റ് ചെയ്യുവാൻ തയ്യാറല്ലായിരുന്നു. She was not willing to wait. അവൾക്ക് അവകാശപ്പെട്ട ഒരു നുറുക്കുണ്ട്. And she has crumbs that she is waiting on. അത് താഴേക്ക് ഇട്ടുകൊടുക്കുവാൻ അവൾ ആവശ്യപ്പെടുകയാണ്. And she's asking those crumbs to be given off the table. Hallelujah. വചനം നമുക്ക് വെറുതെയല്ല നൽകി The തന്നിരിക്കുന്നത്. word is not given to us just like this. വാഗ്ദത്തങ്ങളിൽ കരം വെച്ച് ദൈവജനം പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. We should proclaim God's word as we proclaim the promises of God in our lives. ആ അപ്പം നുറുക്ക എനിക്ക് ഇട്ടു തരിക. And give me those crumbs that falls off the table. കർത്താവ് അവളോട് പറഞ്ഞു, And Jesus said to her, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയതാ. Woman, your faith is great. നിന്റെ വിശ്വാസം വലിയതാ. Woman, you have great faith. ഇവിടെ കർത്താവ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? Why Jesus is doing all of this? കർത്താവ് അവളുടെ വിശ്വാസം ബിൽഡപ്പ് ചെയ്യുകയായിരുന്നു. Jesus was building up her faith. യേശുവിനെ കേട്ടത് ഒരു ചെറിയ വിശ്വാസമേ അവളുടെ ഉള്ളിലുള്ളായിരുന്നു. And it was a little faith when she heard about Jesus. യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ആ വാദപ്രതിവാദത്തിൽ, And in the discussion that happened when she came in the presence of Jesus Christ, ആ പ്രാർത്ഥനയിൽ in that prayer, അവളുടെ വിശ്വാസത്തെ, ഉറങ്ങിക്കിടക്കുന്ന വിശ്വാസത്തെ യേശു തട്ടി ഉണർത്തി. the faith that was weakened suddenly became strong. അവൾ ചില ഹാർഡസ്റ്റ് മൂമെന്റിലൂടെ കടന്നുപോയി. She went through some hard moments in her life. ദൈവം പോലും പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്നുള്ള ചോദ്യമൊക്കെ വരാം. There were questions that would come as if Jesus is even listening to our prayers. ശിഷ്യന്മാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരുടെ പ്രാർത്ഥന പോലും, എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പോലും ദൈവമേ നീ കേൾക്കുന്നില്ലല്ലോ. And God, you're not even hearing to the prayer that I have, O Lord Jesus. ഇങ്ങനെ പല പല വിഷയങ്ങളിലൂടെ അവൾ കടന്നുപോയി. And she's going through all of these situations. ഒടുവിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നീ വെയിറ്റ് ചെയ്യേ. And Jesus says, just wait. അവിടെയും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. But she was not willing to give up. അവളുടെ വിശ്വാസം കർത്താവ് അവളുടെ ഹൃദയത്തിൽ ബിൽഡ് ചെയ്തു. And God helped her build on her faith. ഒടുവിൽ സൗഖ്യമാകാൻ ഇനഫ് വിശ്വാസമുണ്ട് എന്ന് യേശുവിന് മനസ്സിലായപ്പോൾ, And when Jesus understood that she has enough faith to receive യേശു the അവളുടെ healing, ഭവനത്തിന് വേണ്ടിയുള്ള വചനം ഡെലിവേർഡ് ചെയ്തു. and Jesus delivered the word for her. ആ വചനം അവളുടെ ഭവനത്തിലെത്തി. And that word that was proclaimed reached her house. ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്ന കുഞ്ഞിന്റെ മേൽ നിന്ന് ആ ഭൂതം വിട്ടുപോയി. The demon spirit possessed daughter was completely delivered. ഉടനെ, Immediately, ക്ഷണത്തിൽ, within seconds, പെട്ടെന്ന് immediately, വചനം റിലീസ് ചെയ്ത
soon as the word was proclaimed, പ്രവൃത്തി വെളിപ്പെട്ടു. the healing happened. ഇവിടെ ഉടനെ എന്ന് പറയുമ്പോൾ When immediately it said here, അതിന്റെ പുറകിൽ മണിക്കൂറുകൾ സാക്രിഫൈസ് ചെയ്തു. there were hours that was sacrificed behind. ഒരു വലിയ പോരാട്ടത്തിലൂടെ കടന്നുപോയി. There was lot of battle that she had to go through. സ്വർഗം പോലും മാറുന്നോ എന്നുള്ള ചിന്തയുണ്ടായി. There were thoughts where she felt heaven is not hearing her. ജനങ്ങൾ അവനെ നോക്കി കളിയാക്കുന്നുണ്ട്. And the people are mocking her. വീഴ്ചകളിലും താഴ്ചകളിലൂടെ കടന്നുപോയി. She's going through ups and downs in her life. കുറ്റാരോപണങ്ങളിലൂടെ കടന്നുപോയി. She was being pointed out. മനസാക്ഷി കുത്തലിലൂടെ കടന്നുപോയി. She was being embarrassed in front of people. എന്നാൽ പെട്ടെന്ന് But suddenly, അവൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, an unexpected time, അവളുടെ ഭവനത്തിന് വേണ്ടിയുള്ള വചനം കർത്താവ് ഡെലിവേർഡ് ചെയ്തു. God delivered a word that was needed for her house. It's free delivery. It's a free delivery. It's home delivery. It's the home delivery. Hallelujah. Hallelujah. Yes, first delivery. Hallelujah. This is miraculous delivery. Hallelujah. Thank you, Jesus. Thank you, Jesus. പ്രാർത്ഥിക്ക. We need to pray. We need to continue to pray. പ്രാർത്ഥിക്ക. Continue to pray. വേദനയും നിരാശയും ഒറ്റപ്പെടലും, Maybe you're going through pain, discouragement, loneliness. ചലഞ്ചുകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകാം. പ്രാർത്ഥിക്ക. You may be going through the biggest challenges in your life, but continue to pray. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് അതിനെ റിസീവ് ചെയ്യുവാനുള്ള ഇനഫ് വിശ്വാസം നിന്റെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. Sometimes we are not seeing answers to our prayer because we don't have enough faith to receive the answer. ദൈവം വചനത്തെ ഡെലിവേർഡ് ചെയ്യുമ്പോൾ അത് നിന്നിൽ പ്രവർത്തിക്കാനുള്ള ആഴമേറിയ പൂർണ്ണമായ ഒരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് ഇന്നുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ആ വിഷയത്തിൽ തമ്പുരാൻ പ്രവർത്തിക്കാതെ വൈകുന്നത്. And why there is a delay? Because you don't have enough faith to exercise and receive what the Lord has kept for you. രാവിലെ ഭവനത്തിലായിരിക്കുന്ന ചില ദൈവ മക്കളോട് എൻ്റെ ആത്മാവ് വ്യക്തമായി കണക്ട് ചെയ്ത് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാ. People of God who are listening to me from their homes, let me say, as the Spirit of God leads me to speak to you. നീ പ്രാർത്ഥിക്കുന്ന പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു ഡെലിവറൻസ് നടക്കാതെ വണ്ണം ദൈവം അയക്കുന്ന വചനത്തെ റിസീവ് ചെയ്ത് അത് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തക്കവണ്ണം വിശ്വാസം നിന്നിൽ ആയിട്ടില്ലെന്നുള്ളതാണ് കാരണം. The reason that you are not seeing deliverance in certain situation in your life is because your faith has not risen up to the level where God wants you to exercise and send a deliverance for your situation. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെസ്റ്റിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകും. ഗിവ് അപ്പ് ചെയ്യരുത്. പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. When you go through situations, don't give up. Continue to pray because God's deliverance would come in due time. രാവിലെ കാലം ഈ വചനത്താൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. May the Lord bless us all through this word this morning.